ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ കാരണം റിപ്പോർട്ട് വന്ന ഉടനെ തന്നെ അതിനോട് ധാരാളമായിട്ട് പ്രതിഷേധം ഉണ്ടായി. എല്ലാ സംസ്ഥാനങ്ങളിലും ആളുകൾ റിപ്പോർട്ട് തള്ളി പറയാനുള്ള വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം വന്ന സമയത്ത് സർക്കാർ തന്നെ ആവശ്യപ്പെട്ടിട്ട് നമ്മൾ ആ റെക്കമെൻഡേഷൻസിനെ കുറിച്ചൊക്കെ അഭിപ്രായം പറയാൻ പറഞ്ഞപ്പോൾ ഈ 57 റെക്കമെൻഡേഷനുകൾ വെച്ച് നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ ഒരു അഭിപ്രായം നമ്മൾ പറയുന്നത്. അന്ന് നമ്മൾ പറഞ്ഞത് ഈ 57 റെക്കമെൻഡേഷൻ ഏകദേശം 27 റെക്കമെൻഡേഷനുകൾ പുതിയതല്ല, അത് ഇപ്പം തന്നെയുള്ള നിയമങ്ങൾക്ക് അനുസൃതമായി തന്നെ വരുന്ന നിർദ്ദേശങ്ങളാണ്. ബാക്കി ഏകദേശം നാല് റെക്കമെൻഡേഷൻ വെച്ച് ബാക്കി എല്ലാം തന്നെ കേരളത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് നമ്മൾ ഒരു വിലയിരുത്തലാണ് നമ്മളുണ്ടായിരുന്നത്. 57 നിർദ്ദേശങ്ങൾ 4 മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള മറുപടി പറയാൻ പറ്റാതായിരുന്നു. അത് പറയാൻ പറ്റാത്തതിന്റെ കാരണം ആ തരത്തിലുള്ള ആ നിർദ്ദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോജക്റ്റുകൾ എന്തെങ്കിലും സർക്കാർ പ്ലാൻ ചെയ്യുന്നുണ്ടോ, അതായത് ഗവൺമെന്റുകൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാത്തതുകൊണ്ടാണ്. സ്പെഷ്യൽ എക്കണോമിക് സോൺ പലപ്പോഴും സ്പെഷ്യൽ എക്കണോമിക് സോൺ പാടില്ല എന്ന് കൂടുതൽ പറയുന്നു. കാരണം സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്തെങ്കിലും ആരെങ്കിലും ഫെഡറൽ ഡിപ്പാർട്ട്മെന്റ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ മാത്രമേ നമ്മൾ പ്രതികരിക്കാൻ പറ്റൂ. അത് ഒഴിച്ച് അങ്ങനെ 4 റെക്കമെൻഡേഷൻ ഒഴിച്ചാൽ ബാക്കി എല്ലാ റെക്കമെൻഡേഷനുകളും തന്നെ ഒന്നുകിൽ കേരളത്തിൽ ഇപ്പോൾ തന്നെയുള്ള നിയമങ്ങൾക്ക് അനുസൃതമാണ്, അതല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് എന്നുള്ളത് വിലയിരുത്തലാണ് സ്ഥാപനം ചെയ്യുന്നത്. എന്താണ് പൊതുവെ ഇതിൻ്റെ ഒരു സ്വഭാവം എന്താണ്, റെക്കമെൻഡേഷൻ്റെ സ്വഭാവം എന്താണ്? പലപ്പോഴും കേരളത്തിൽ നടക്കുന്ന ചർച്ചകൾ, റിപ്പോർട്ടിനെ കുറിച്ചുള്ള ചർച്ചകൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ഗവൺമെന്റ് കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ളത് കുറേ റെക്കമെൻഡേഷനുകളുടെ ഒരു പാക്കേജാണ് എന്നുള്ള ധാരണയാണ് കുട്ടികൾ. അതിനകത്ത് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറ്റാത്തതായിട്ടുള്ള കുറേ കാര്യങ്ങളുടെ ഒരു പാക്കേജാണ് ഗവൺമെന്റ് കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ള പൊതുവേ ഒരു ധാരണ. അതങ്ങനെയല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഗവൺമെന്റ് കമ്മിറ്റി റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നത് അതിൽ 4 എലിമെന്റ് ദർശനങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഫിനാൻഷ്യൽ ഗവേണൻസ് എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് പകരം അതിൽ നിന്ന് ഇക്കോളജിക്കൽ ഗവേണൻസ് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഗവേണൻസ് എന്ന് പറയുന്ന ഒരു പാരഡൈമിലേക്കുള്ള ഷിഫ്റ്റാണ് പ്രധാനമായും ഗവൺമെന്റ് കമ്മിറ്റി റിപ്പോർട്ട് ഉദ്ദേശിക്കുന്നത്. ഞാനൊന്ന് ചെറുതായി വിശദീകരിക്കാൻ ശ്രമിക്കാം. നമ്മളൊരു പുതിയ വീട് വെക്കുകയാണെന്നൊക്കെ, ഈ വീട് വെക്കുന്ന സമയത്ത് വീടിന്റെ മുറ്റത്ത് നമുക്ക് ഇന്ന് നമ്മൾ കാണുന്ന പോലെ എല്ലാ വലിയ വീടുകളുടെ മുന്നിൽ കാണുന്ന പോലെ വീടിന്റെ മുറ്റം മുഴുവൻ നമുക്ക് ടൈലിടാം. ടൈലിട്ട് നമുക്ക് നടക്കാം. അപ്പോൾ ടൈലിടണോ വേണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തീരുമാനം എടുക്കുന്നത് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ടൈലിടാം, പൈസ ഇല്ലെങ്കിൽ ടൈലിടണ്ട എന്നുള്ളൊരു തീരുമാനമാണ് സാധാരണയായിട്ട് എടുക്കുന്നത്. ഇതിനാണ് നമ്മൾ പറയുന്ന ഫിനാൻഷ്യൽ ഗവേണൻസ് എന്ന് പറഞ്ഞത്. എൻ്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യും, പൈസ ഇല്ലെങ്കിൽ ഞാൻ ചെയ്യും. ഇത് എന്താണ് എൻവയോൺമെന്റൽ ഗവേണൻസിലേക്കുള്ള ഷിഫ്റ്റ്? എൻവയോൺമെന്റൽ ഗവേണൻസിലേക്കുള്ള ഷിഫ്റ്റ് എന്താ വെച്ചാൽ ഞാൻ എൻ്റെ മുറ്റം മുഴുവൻ ടൈൽസ് നിറച്ചു കഴിഞ്ഞാൽ ആ മുറ്റത്തുള്ള മണ്ണിന് ശ്വസിക്കാനാവില്ല, അത് കുടിക്കാനാവില്ല. അതുകൊണ്ട് അങ്ങനെ വരുന്ന സമയത്ത് മണ്ണിലേക്ക് വെള്ളം ഇറങ്ങില്ല, എൻ്റെ കിണറിന് വെള്ളം ഉണ്ടാവില്ല എന്നുള്ള പാരിസ്ഥിതികമായിട്ടുള്ള ബോധത്തോടു കൂടി ഞാൻ ടൈൽ ഇടാതിരിക്കാനുള്ളത്. എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പോലും ഞാൻ പരിസ്ഥിതിക്ക് വിരുദ്ധമായ പരിസ്ഥിതിക്ക് കോട്ടം ഉണ്ടാകുന്ന എൻ്റെ കുടിവെള്ളം വയ്ക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തി ഞാൻ ചെയ്യില്ല എന്നെടുക്കുന്ന തീരുമാനത്തിലാണ് എൻവയോൺമെന്റൽ ഗവേണൻസ് എന്ന് പറയുന്നത്. എൻ്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ ശരി, ഇല്ലെങ്കിൽ ശരി, ഞാൻ ഇത് ചെയ്യുന്നില്ല. കാരണം അത് പാരിസ്ഥിതികമായിട്ടുള്ള കാരണങ്ങളാണ്. ഇതാണ് ഫിനാൻഷ്യൽ ഗവേണൻസിൽ നിന്ന് എൻവയോൺമെന്റൽ ഗവേണൻസിലേക്കുള്ള ഷിഫ്റ്റ്. എൻ്റെ കുടുംബത്തിൽ ഞാൻ പറയുന്ന വീട്ടിൽ ഇതാണ് അതിൻ്റെ അർത്ഥമെങ്കിൽ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ പ്രോജക്റ്റുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇവിടെ വരാൻ പോകുന്ന പദ്ധതികളെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് പൈസ ഉണ്ടെങ്കിൽ അത് നമുക്ക് നടത്തണം, പൈസ ഇല്ലെങ്കിൽ നമ്മൾ നടത്തില്ല എന്നുള്ള എന്ത് രീതിയിൽ നിന്ന് വ്യത്യസ്തമായി പൈസ ഉണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, പരിസ്ഥിതിക്ക് അനുകൂലമായ പരിസ്ഥിതി സൗഹൃദപരമായ പ്രോജക്റ്റുകൾ മാത്രമേ നടപ്പിലാക്കുള്ളൂ എന്നുള്ള ആദ്യമായിട്ട് വിശ്വസിക്കാനാണ് ഗവൺമെന്റ് കമ്മിറ്റി റിപ്പോർട്ട് ലക്ഷ്യമാക്കുന്നത്. ആ തരത്തിലുള്ള ഷിഫ്റ്റ് ലക്ഷ്യമാക്കുന്നതിന്റെ ഒരു ഫോളോ അപ്പ് ആയിട്ടാണ് അതിനെ അടിസ്ഥാനപ്പെടുത്തി വരുന്ന ചില കാര്യങ്ങളാണ് ഈ റെക്കമെൻഡേഷൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. ദൗർഭാഗ്യപരമായ കാര്യം നമ്മൾ ചർച്ച ചെയ്ത് മുഴുവൻ തന്നെ റെക്കമെൻഡേഷനെ കുറിച്ച് മാത്രമാണ്. ഈ റെക്കമെൻഡേഷൻ എല്ലാം തന്നെ പ്രാദേശികമായി നെഗോഷ്യബിൾ ആയിട്ടുള്ള റെക്കമെൻഡേഷൻസുമാണ്. ഈ പ്രത്യേകിച്ച് ഈ ഫോണുകളിലെ ബൗണ്ടറി പോലും സെൻസിറ്റീവ് സോൺ 1, 2, 3 പറയുന്ന സോണിന്റെ ക്ലാസിഫിക്കേഷൻ പോലും അതിന് അതുവരെ നിർണ്ണയിക്കുന്നതിന് പോലും പ്രാദേശികമായ ഗ്രാമസഭ തീരുമാനം എടുക്കുന്നത് എന്ന് റിപ്പോർട്ട് പറയുന്നത്. അങ്ങനെ പ്രാദേശികമായി ജനകീയമായ തരത്തിൽ കൺസലേഷൻ ആക്കണമെന്ന് പറയുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളോട് ചൂണ്ടിക്കാണിച്ചിട്ട് റിപ്പോർട്ടുകളിലേക്ക് സരിസ്ക എന്ന് പറയുന്ന പ്രദേശത്തെ നമുക്ക് പെരിയാറുള്ള പോലെ ഒരു ടൈഗർ റിസർവ് ഉണ്ടായിരുന്നു, കടുവ സങ്കേതം സരിസ്കയിൽ. സരിസ്കയിൽ ധാരാളമായി കടുവയെ ഇരട്ടയാളെ കൊടുക്കുന്ന പരാതി പല സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രത്യേക തരത്തിൽ വന്നപ്പോൾ
സ്കെയില് കഴിവോ ഉണ്ടോ എന്നുള്ള സംശയം വരുന്ന സമയത്താണ് അത് അസസ് ചെയ്യാനായിട്ട് സെൽഫ് സ്കെയിലിൽ പോവുകയും അവിടുത്തെ റെക്കോർഡ്സ് പരിശോധിച്ചിട്ട് അവിടുത്തെ ഫീൽഡ് നോട്ട്സ് നോക്കിയിട്ട് കഴിവുകൾ അവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കാനായിട്ട് കമ്മിറ്റിയെ കേന്ദ്ര സർക്കാർ ചെയ്യുകയും ഈ കമ്മിറ്റി അവിടെ പരിശോധിച്ച് നോക്കുമ്പോൾ അവസ്ഥ പ്രശ്നം കഴിഞ്ഞ ഏകദേശം 12 വർഷമായി എല്ലാ വർഷവും വനം വകുപ്പ് അവിടെ കഴിവുകളുടെ സെൻസസ് എടുത്താണ് സെൻസസ് എടുത്ത് അത് പബ്ലിഷ് ചെയ്യാറുണ്ട്. ഈ 12 വർഷത്തെ കഴിവുകളുടെ എണ്ണം കൃത്യമായി ഔദ്യോഗിക രേഖകളുണ്ട്. ഏറ്റവും അവസാനത്തെ എണ്ണം ഔദ്യോഗിക കണക്കനുസരിച്ച് 17 സെൽഫ് സ്കെയിൽ 17 കഴിവുകളുണ്ട് എന്നുള്ളതാണ് ഔദ്യോഗിക രേഖ. സർക്കാർ നിയമിച്ച ഈ കമ്മിറ്റി സെൽഫ് സ്കെയിൽ പോയി അന്വേഷണം നടത്തുന്ന സമയത്ത് വനം വകുപ്പിലെ ഏറ്റവും താഴ്ന്ന തരത്തിലുള്ള ജീവനക്കാർ ഫോറസ്റ്റേഴ്സിന്റെ ഗാർഡ്സിന്റെ വാച്ച്മാരുടെ അടക്കമുള്ള ആളുകളിൽ നിന്ന് ഇൻഫർമേഷൻ എടുത്തിട്ട് അവരുടെ ഫീൽഡ് നോട്ട്സ് വെച്ച് നോക്കുമ്പോൾ ഏകദേശം 4-5 വർഷം വരെ തന്നെ ഫീൽഡ് സ്റ്റാഫ് കടുവയെ കാണാതായി കഴിഞ്ഞു. കടുവയുടെ എണ്ണം 17 അല്ല 0. ഒരൊറ്റ കടുവ പോലും ഇല്ലാത്ത കടുവ സംഘത്തിൽ 17 കടുവ ഉണ്ടെന്നുള്ള റിപ്പോർട്ട് കൊടുക്കേണ്ടി വരുന്ന വനംവകുപ്പിന്റെ അവസ്ഥയാണ്, സ്റ്റാഫിന്റെ അവസ്ഥയാണ്. ഗാർഡ് കമ്മിറ്റി റിപ്പോർട്ട് മുന്നോട്ട് പറയുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം ഇതേപോലെയുള്ള തരത്തിൽ കൺസർവേഷൻ നടത്തുകയാണ്. പ്രകൃതി സംരക്ഷണം എന്നുള്ളത് ഈ തരത്തിൽ മുന്നോട്ട് പോയാൽ ശരിയാവില്ല. സർക്കാർ സംവിധാനത്തിൽ സർക്കാരിനെ പേടിപ്പിക്കാതിരിക്കാൻ, സർക്കാരിനെ വിഷമിപ്പിക്കാതിരിക്കാൻ, വനംവകുപ്പിലെ ഏറ്റവും ഉയർന്ന തരത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥരെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി കള്ള് കണക്കെഴുതി കുഴപ്പമില്ല എന്ന് പറയുന്ന തരത്തിൽ മുന്നോട്ട് പോയാൽ ഇവിടെ നമുക്ക് പരിസ്ഥിതിയെ സംരക്ഷിക്കാനാവില്ല. അതിന് പകരം ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ആവശ്യമുണ്ട്, ജനങ്ങൾ മുന്നോട്ട് വരേണ്ട ആവശ്യമുണ്ട്. അവരോട് ചേർന്ന് വന്നതുകൊണ്ട് മാത്രമേ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് നിലനിൽക്കുന്ന കൺസർവേഷന്റെ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് നിലനിൽക്കുന്ന കൺസർവേഷന്റെ രീതി എന്ന് പറയുമ്പോൾ എവിടുന്നോ ആരും തീരുമാനിക്കുന്നു ഇത്രയും സ്ഥലം ആണ് സംരക്ഷിച്ചേക്കാം, അത് ആനയ്ക്ക് വേണ്ടിയാവാം, കടുവയ്ക്ക് വേണ്ടിയാവാം, മറ്റെന്തിനു വേണ്ടിയാവാം എന്ന് സംരക്ഷിക്കാനായിട്ട് എവിടെയോ ഒരു തീരുമാനം എടുക്കുന്നു. ആ തീരുമാനം നാട്ടിൽ നടത്താവുന്ന അവസ്ഥയിൽ വ്യത്യസ്തമായി അതാത് സ്ഥലത്ത് ജീവിക്കുന്ന മനുഷ്യർ തീരുമാനിക്കണം അവർക്ക് വേണ്ട മിനിമം പാരിസ്ഥിതിക സർവീസുകൾ സേവനങ്ങൾ ലഭ്യമാക്കാൻ ആവശ്യമായ സ്ഥലം സംരക്ഷിക്കപ്പെടുന്നതിന്റെ ഉത്തരവാദിത്വം ജനങ്ങളെ ഏറ്റെടുക്കണം. ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ അത് ഏത് സ്ഥലം തീരുമാനിക്കേണ്ട ഉത്തരവാദിത്വം ജനങ്ങൾക്കുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനം എടുക്കുന്നതിനുള്ള പങ്കാളിത്തം ആവശ്യമുണ്ട്. അത് കഴിഞ്ഞാൽ ആ പ്രദേശം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ മാനേജ്മെന്റ് പ്ലാൻ തയ്യാറാക്കുന്നതിനകത്ത് ഇടപെടേണ്ട ആവശ്യമുണ്ട്. ഏറ്റവും അവസാനമായി ഈ മാനേജ്മെന്റ് പ്ലാൻ നടപ്പിലാക്കുന്നതിനകത്ത് ജനകീയ പങ്കാളിത്തം ആവശ്യമുണ്ട്. ഈ തരത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഇല്ലാതെ കൺസർവേഷൻ നടന്നിട്ട് കാര്യമില്ല എന്നുള്ളതാണ് കൽക്കത്തയിൽ റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം. വേറെ രീതിയിൽ നമുക്ക് നോക്കാം. കഴിഞ്ഞ ഒരാഴ്ച മുന്നേ 2 മുന്നെയാണ് പെട്ടെന്ന് ദിവസം വാർത്ത വരുന്നത് കേരളത്തിൽ 4 ജില്ലകൾ വരൾച്ച ബാധിത ജില്ലകളായി പ്രഖ്യാപിച്ചു. സുരക്ഷിതർ വായിച്ചിട്ടുണ്ട്. ഒരു ദിവസം കഴിയുമ്പോൾ വന്ന വാർത്ത കേരളത്തിലെ എല്ലാ ജില്ലകളും വരൾച്ച ബാധിത ജില്ലകളായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഡിസാസ്റ്റർ മാനേജ്മെന്റ് റിപ്പോർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മനസ്സിലാക്കുന്നത് നമ്മൾ ഇനി വേനലിലേക്ക് എത്തിയിട്ടില്ല. ഡിസംബർ അവസാനിക്കാൻ പോകുകയുള്ളൂ, വേനൽ വരാൻ പോകുകയുള്ളൂ. വേനൽ കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ മഴയെ കാണാൻ പോകും. പക്ഷെ ഇപ്പൊ തന്നെ കേരളം മൊത്തത്തിൽ തന്നെ വരൾച്ച ബാധിത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെടും. ഇത് പ്രഖ്യാപിക്കപ്പെടുന്ന സമയത്ത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഗവൺമെന്റ് റെസ്പോൺസ് നമുക്ക് നോക്കാം. ഏറ്റവും 3 തരത്തിലുള്ള റെസ്പോൺസ് ആണ് ഗവൺമെന്റ് ഭാഗത്ത് മുന്നോട്ട് പോകുന്നത്. ഒന്നാമത്തെ റെസ്പോൺസ് എന്താ വെച്ചാൽ 1995 കോടി രൂപ നമ്മൾ കേന്ദ്ര സർക്കാരിന് ധനസഹായം ചോദിച്ചു കഴിഞ്ഞു. ഈ വരൾച്ചയെ നേരിടാനായി 1995 കോടി രൂപ അടിയന്തരമായി കേന്ദ്ര സഹായം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. മറ്റൊന്ന് കർഷകർക്ക് ഇൻഷുറൻസ് നടപ്പിലാക്കാൻ പോകും, കാർഷിക ഇൻഷുറൻസ് നടപ്പിലാക്കാൻ പോകും. മൂന്നാമതായിട്ടുള്ള പ്രതികരണം പറമ്പിക്കുളം മാളിയാർ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കേരളവും തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കരാറിൽ അനുസരിച്ച് കേരളത്തിൽ തരത്തത്ര വെള്ളം തമിഴ്നാട് തരുന്നില്ല, ജലം കൃത്യമായി കിട്ടണം, അതിനുള്ള ബില്ല് ചെയ്യും. ഇതാണ് 3 തരത്തിലുള്ള റെസ്പോൺസാണ് കേരള സർക്കാരിന്റെ ഭാഗത്ത്